ഹലോ, വെൽക്കം ബാക്ക് ടു ആര്യ ഷിജു വ്ളോഗ്സ്. അപ്പം നമ്മൾ ചെറിയൊരു ബ്രേക്കിന് ശേഷമാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ പ്രഗ്നൻസി ആയതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മൾ ഒന്നിനും വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു, വീഡിയോ ഒന്നും ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. ഇതിപ്പോൾ എൻ്റെ 7th മന്ത് സെറിമണി, നമ്മൾ 7th മന്തിൽ കൂട്ടിക്കൊണ്ടുപോകുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ്. ഇപ്പോൾ വളകാപ്പ് നടത്താമെന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ ഈ ഒരു ഡെക്കറേഷനൊക്കെ ചെയ്തിരിക്കുന്നത്. ഞാൻ അങ്ങനെ വീട്ടിൻ്റെ മുകളിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത് പണിക്കാരെടുത്ത് പോയി നമ്മൾ ഡേറ്റ് കാണും. ഡേറ്റ് കണ്ടത് ജൂൺ 16 പക്ഷേ ഫങ്ഷൻ നടന്നത് ജൂൺ 2. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് അവിടെ വെള്ളം കയറുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ മഴ കൂടുമെന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഏട്ടൻ മിലിറ്ററിയിലാണ്, പോകുന്നതിന് മുന്നേ നടത്തണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ വെച്ചിട്ട് ഞങ്ങൾ നേരത്തെ നടത്തിയതാണ്. അപ്പോൾ ജൂൺ 2 എന്ന് പറയുന്നത് കോഴിക്കോടിനാണെങ്കിൽ റെഡ് അലേർട്ടാണ്, പക്ഷേ ഭാഗ്യത്തിന് മഴയൊന്നും പെയ്തിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തലേദിവസത്തെ ഒരുക്കങ്ങളാണിതൊക്കെ. വീടിൻ്റെ മുകളിലാണ് ഞങ്ങൾ സെറ്റ് ചെയ്തത്. ഞങ്ങൾ താഴെ അധികം സ്ഥലം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ മുകളിലാണ് ഇങ്ങനെ ഒരുക്കങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കി വീട്ടിൽ പോയി വാഴയിലൊക്കെ എടുത്തുകൊണ്ടുവന്ന ഏട്ടൻ്റെ ഭാര്യയാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഡിസൈനൊക്കെ പിറ്റേ ദിവസം ഫങ്ഷൻ തന്നാണ് കാണുന്നത്. മുകളിലേക്ക് അങ്ങനെ കയറാറില്ല, സ്റ്റെയർ കേസ് കയറുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ അധികം കയറാറില്ല. അപ്പം പിറ്റേ ദിവസം ഫങ്ഷനാണ് അത് കാണുന്നത് തന്നെ. വീഡിയോയിലാണ് പിന്നെ മക്കൾ എടുത്തുകൊണ്ട് തന്നതാണ് വീഡിയോ ഇടണമെന്ന് പറഞ്ഞപ്പം അവർ നേരത്തെ സെറ്റ് ചെയ്ത് തന്നതാണ്. അപ്പം നമ്മുടെ ഡെക്കറേഷൻസൊക്കെ രാത്രി തന്നെ എല്ലാവരും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിറ്റത്തെ ദിവസം പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളായിരുന്നു. മെയിനായിട്ട് ഞാൻ കല്യാണ സാരി അല്ല ഉടുത്തത്. 16 കൂട്ടി കൊണ്ടുപോകുമ്പോൾ കല്യാണ സാരി ഉടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതല്ലാണ്ട് ഞാനൊരു സാരി വാങ്ങി ഉടുത്തതാണ്. ഏട്ടൻ്റെ ഫാമിലിയിൽ എല്ലാവരും ഇവിടെ സെറ്റായിട്ടുണ്ട്. ഞങ്ങളെ ഫാമിലി വരാൻ കിടക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 23-24 ആൾക്കാരാണ് വരുന്നത്. അപ്പോൾ ബാക്കി ഇവിടെ തന്നെ ഒരു 19 ആൾക്കാരിന് മുകളിൽ ഇവിടെ ഏട്ടൻ്റെ ഫാമിലിയിൽ നിന്ന് തന്നെ ഇവിടെ ഉണ്ട്. ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഒരു 150 ആൾക്കാരുടെ പരിപാടിയാണ് ഞങ്ങൾ കണ്ടത്. പിന്നെ ഞാൻ അവരോടൊക്കെ തമാശ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വരുന്നവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഫുഡൊക്കെ നമ്മൾ ചായ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നു. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നപ്പോൾ പിന്നെ അവരെ സ്വീകരിക്കണമല്ലോ, അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കിലാണ്. അങ്ങനെ അവർ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് മൂലയിലേക്ക് ഒതുക്കി വെച്ച് എല്ലാവർക്കും ഡ്രിങ്ക്സൊക്കെ കുടിക്കാൻ കൊടുത്ത് വർത്തമാനം പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവർ വന്നവർക്കൊന്നും വളകാപ്പ് എന്ന് പറഞ്ഞൊരു ഫങ്ഷൻ ഇവിടെ നടത്തുന്നുണ്ടെന്ന് അറിയില്ല. ഞാൻ പോലും ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ചെറിയ രീതിയിൽ നടത്തണം എന്നാണ് വിചാരിച്ചത്. അപ്പം അത് പിന്നെ അവർ വേഗം മുകളിൽ പോയിട്ട് അറേഞ്ച് ചെയ്യുകയും പെട്ടെന്ന് തന്നെ എല്ലാവരെയും മുകളിലേക്ക് കയറ്റി ഫുഡ് കഴിക്കുന്നതിന് മുന്നെയാണ് നമ്മൾ ഫങ്ഷൻസൊക്കെ നടത്തിയത്. മധുരം കൊടുക്കുന്ന സമയത്ത് മധുരം കൂടണ്ടെന്ന് വെച്ചിട്ട് അത് മധുരം ഇല്ലാത്ത ഫുഡുകളും നമ്മളവിടെ അച്ചപ്പം പോലെയുള്ള സംഭവങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന് കൂടാണ്ട് നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ചെയറും ഇതാക്കിയിട്ടുണ്ട്. പിന്നെ താഴെയുള്ളവരെ എല്ലാവരെയും കൂടി മുകളിലേക്ക് അങ്ങ് മുന്തിപ്പിടിച്ച് കയറ്റി എല്ലാവരോടും മുകളിലേക്ക് വരാൻ പറഞ്ഞു. അപ്പോഴും പറഞ്ഞില്ല കേട്ടോ, നമ്മളിങ്ങനെ ഫങ്ഷൻ നടത്തുന്നുണ്ടെന്ന്. മുകളിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞതാണ്, അവിടെ ഇരിക്കാമെന്ന്. സാധാരണ വ്ളോഗെന്ന് പറഞ്ഞ് ഞാനിതിങ്ങനെ പിടിച്ച് നടക്കലാണ്. ഇപ്രാവശ്യം ഞാൻ മക്കളുടെ കയ്യിലൊക്കെ ഏൽപ്പിച്ച് എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുത്ത് തരണേ മക്കളെ എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഓരോരുത്തരെടുത്തും വരുത്താനും പറഞ്ഞ് നടക്കുകയായിരുന്നു. പിന്നെ ലാസ്റ്റ് എന്നോട് ചെയറിലിരിക്കാൻ പറഞ്ഞു, ചെയറിലിരുന്നു. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് അങ്ങനെ വലിയ ഐഡിയ ഇല്ല ഇതിനെ പറ്റിയിട്ട്. പക്ഷേ വളകാപ്പ് ചടങ്ങ് നടത്തണമെന്നേ ഉള്ളൂ. അപ്പോൾ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ട് വളയിടും, സ്വീറ്റ് കൊടുക്കും, അതേപോലെ തന്നെ ചന്ദനം തേക്കും എന്നറിയാം. അപ്പോൾ അതേപോലെ ചെയ്യാമെന്നുള്ളൊരു ലെവലിലായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ പറയുന്നത് കേട്ടു, എന്തിനാണ് ഈ വളയിടുന്ന ചടങ്ങെന്ന്. അതെന്ന് വെച്ചാൽ ആരോ പറഞ്ഞതാണ്, ഈ ഇങ്ങനെ കുപ്പിവട ഇങ്ങനെ ഇട്ടിട്ട് അത് കിലുങ്ങുന്ന സമയത്ത് കുട്ടിക്ക് അത് കേൾക്കാനാവുമല്ലോ. അപ്പം അത് എന്താ പറയുക, കുട്ടീനെ ആക്റ്റീവായിട്ട് നിർത്തും എന്നുള്ളൊരു ലെവലിലാണ് നമ്മൾ ഈ ചടങ്ങ് ചെയ്യുന്നത്. ഇതിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ വള ഊരാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് കേൾക്കാം. അപ്പം ആ ഒരു ഫങ്ഷൻ ഇങ്ങനെ ഓരോരുത്തരായിട്ട് വന്നിട്ട് എല്ലാവരും ചന്ദനത്തേക്കും സ്വീറ്റ്സൊക്കെ തരുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
മധുരം കഴിച്ച് ഞാൻ ഒരു വഴിക്കായി. അങ്ങനെ പരിപാടിയൊക്കെ ഏകദേശം അവസാനിക്കാനായി. അപ്പം ആ പരിപാടി കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് പേര് താഴോട്ട് ഇറങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടി ബാക്കിയുള്ളവരൊക്കെ അവിടെ സെറ്റാക്കി. അപ്പോൾ ഫുഡിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുകയാണ്. ബിരിയാണി ആയിരുന്നു ഫുഡ്. അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിഞ്ഞ് ഫംഗ്ഷൻ കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടെ വീട്ടിലേക്ക് തിരിച്ചു പോയി. അത് കഴിഞ്ഞ് പിന്നെ ജൂൺ 16-ാം തീയതിയാണ് എന്നെ കൂട്ടിക്കൊണ്ടാകാൻ വരുന്നത്. അപ്പോൾ അതിന് കല്യാണ സാരിയാണ് കൊടുക്കുന്നത്. അത് ഏട്ടൻ്റെ അമ്മ എന്ത് ചെയ്യുന്നു, സാരി എനിക്ക് എടുത്ത് തന്നതാണ് കാണിച്ചത്. അപ്പം നമ്മൾ പുറപ്പെടുന്നതിന് മുന്നേ അവർ വന്നിട്ട് ഫുഡ് കഴിച്ചിട്ടാണ് നമ്മൾ മുകളിലേക്ക് കയറിയത്. അത് കഴിഞ്ഞിട്ട് ഏട്ടൻ്റെ അമ്മ നമുക്ക് കല്യാണ സാരി എടുത്ത് തരും. അപ്പം ഞാനും പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് വരുന്നവരാണ് സാരി ഉടുപ്പിച്ചത്. അത് കഴിഞ്ഞിട്ട് ചേച്ചി പൂവൊക്കെ വെച്ച് തരാണ്. പൂ വെച്ചതിന് ശേഷം പിന്നെ മക്കളുടെ കൂടെ കുറച്ച് റീലൊക്കെ ചെയ്തു. ജൂലൈ മാസത്തിൽ റീൽ ഈ ഒരു ഡ്രസ്സിൽ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. മക്കളോട് പറഞ്ഞപ്പോൾ തന്നെ അപ്പം തന്നെ സ്പോട്ടിൽ സെറ്റാക്കി ചെയ്തു. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് അതിന് മുന്നേ അരി എറിഞ്ഞ് അനുഗ്രഹം വാങ്ങിയിട്ട് വേണം നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്യണം. ഏട്ടൻ്റെ അമ്മയാണ് വിളക്ക് കൊളുത്തുന്നത്. പിന്നെ അവിടെ മൂത്ത ആൾക്കാരുടെയൊക്കെ, അതായത് അച്ഛൻ, അമ്മ, വല്യമ്മ, അമ്മായി, വല്യച്ഛൻ, അതുപോലെ ഏട്ടന്മാർ, പിന്നെ അങ്ങനെയുള്ള എല്ലാവരുടെയും കാലമൊക്കെ തൊട്ട് വിറയിൽ വെച്ചിട്ട് നമ്മൾ അനുഗ്രഹം വാങ്ങിയിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ അരിയിട്ട് ഇറങ്ങുന്നതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് പിന്നെ കയറാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അരി ഇട്ടില്ലെങ്കിൽ നമുക്ക് തിരിച്ച് പിന്നെയും കയറാം. അങ്ങനെയാണ് വലിയ ആൾക്കാരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. എനിക്ക് അതിനെ പറ്റിയിട്ട് വലിയ ഐഡിയ ഇല്ല. അവിടെ തുടങ്ങുന്നതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറങ്ങുമ്പോൾ തിരിഞ്ഞു നോക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പം നമ്മൾ കൂട്ടാൻ വരിക വീട്ടിൽ നിന്ന് ഒറ്റ സംഖ്യയിലാണ് ആൾക്കാർ. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് പരിപാടി കഴിഞ്ഞതുകൊണ്ട് തന്നെ 3 ആൾക്കാരാണ് വന്നിട്ടുണ്ടായത്. മാമിയും അച്ഛൻ്റെ പെങ്ങളും പിന്നെ അതിൻ്റെ കസിനും. അപ്പോൾ തിരിച്ചിറങ്ങുമ്പം ഇപ്പം എൻ്റെയും കൂടി കൂട്ടി എൻ്റെയും കുട്ടീനെയും കൂടി കൂട്ടുമ്പോൾ 5 ആൾക്കാർ. അപ്പം ആ ഒരുമിച്ച് വേണം നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയാണ് പോകുന്നത്. എല്ലാവർക്കും ടാറ്റയൊക്കെ കൊടുത്ത് പോവുകയാണ്. അപ്പം ഒറ്റ സംഖ്യയിൽ വന്നിട്ട് ഒറ്റ സംഖ്യയിൽ തിരിച്ചു പോകണം എന്നാണ് പറയുക. അതെന്തുകൊണ്ടാണെന്നൊന്നും എനിക്കറിയില്ല, അങ്ങനെയാണ് പറയുക. ഈ മക്കളൊക്കെ രാത്രി അയക്കാൻ വേണ്ടി വരികയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടാണല്ലോ കാണുക. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടം ഉണ്ട്. ഡെയിലി കാണാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു സങ്കടമുണ്ട്. അപ്പോൾ ഏട്ടനോട് ഇങ്ങനെ സംസാരിക്കണം, ഒന്നരാളം പറയാനൊക്കെ. അപ്പോൾ ഇനി നേരെ വീട്ടിലേക്ക് കയറിയിട്ട് അവിടെ നിന്ന് വിളക്ക് വെച്ച് കയറ്റും. അപ്പം അത് ഇത് കഴിഞ്ഞിട്ട് കാണാം. അപ്പം ഞാൻ അവരോടൊക്കെ യാത്ര പറഞ്ഞിട്ട് മെല്ലെ പോവാണ്. കരഞ്ഞിട്ടൊന്നും ഇല്ല, പക്ഷെ മനസ്സിൽ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. കുറച്ച് ദിവസം മുന്നേ ഉണ്ടായിരുന്നു പോകുന്നതിൻ്റെ ഒരു സങ്കടം. അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് ഒരു 12-13 കിലോമീറ്റർ ദൂരമുണ്ട് എൻ്റെ വീട്ടിലേക്ക്. എൻ്റെ വീട് പാലത്താണ്. അപ്പം പാലത്ത് എന്ന് പറഞ്ഞാൽ അറിയലുണ്ട്. അത് കോഴിക്കോട് നിന്ന് കുറച്ച് 12-13 കിലോമീറ്റർ അപ്പുറത്തേക്കാണ്. അപ്പം ഞങ്ങൾ കയറുന്നതിന് മുന്നേ അനിയത്തി എടുത്ത വീഡിയോ ആണിത്. അപ്പം അതിന് മുന്നേ വിളക്കൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അവിടെ നിന്ന് ഇത്രയും ഒരു ലോങ് ഡ്യൂറേഷനാണല്ലോ, ഒരു 5 മാസത്തോളം ഡ്യൂറേഷൻ വിട്ട് നിൽക്കുന്ന ഒരു സങ്കടമുണ്ട്. പക്ഷേ വീട്ടിലേക്ക് വന്നതിൻ്റെ സന്തോഷമുണ്ട്. പക്ഷേ അത്രയും ഡ്യൂറേഷനൊന്നും വിട്ട് നിൽക്കാൻ താല്പര്യമില്ല. എന്നാലും ചടങ്ങ് അതേപോലെ തന്നെ വിളക്ക് വെച്ച് കയറ്റുക എന്നുള്ളതാണ്. അപ്പം വിളക്ക് വെച്ചിട്ട് അമ്മ കൈ പിടിച്ച് കയറ്റുകയാണ് വേണ്ടത്.
കയ്യുണ്ടോ? ചടങ്ങൊക്കെ കഴിഞ്ഞ് ഇരുത്തിയിട്ട് നമ്മൾ മധുരം കൊടുക്കും. ഇവിടെ പായസമാണ് തന്നത്. പായസം തന്ന് ഈ ചടങ്ങ് അങ്ങ് അവസാനിപ്പിച്ചു. അപ്പം ഇതാണ് 7th മന്തിലെ കൂട്ടിക്കൊണ്ടുപോകൽ സെറിമണി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഓൾ.